ആ 4 ചിത്രം നമ്മളെപ്പോഴും ഇങ്ങനെ ക്ലാസ് തുടങ്ങുക ഇത്തരം രീതിയിലായിരിക്കും. അതുകൊണ്ട് ആദ്യം നമുക്ക് ഒരു ചിത്രം വരയ്ക്കും. നിങ്ങളൊന്ന് റഫായിട്ട് വരച്ചാൽ മതി. ആദ്യം ഇങ്ങനെ ഒരു രൂപം വരച്ചു. ചെറുതാണ് വേണ്ടത്. അത് ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തു. അതിന് മക്കളെല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യുക. ആവശ്യത്തിന് മാത്രം പറയുക. ഞാൻ ഈ വരച്ച രീതിയിൽ തന്നെ ആയിരിക്കും നിങ്ങൾ വരച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഞാൻ ട്രയാങ്കിളിന്റെ എണ്ണോ സർക്കിളിന്റെ എണ്ണോ എന്നല്ല ചോദിക്കുന്നത്. ഈ 4 ചിത്രം ഒന്നിച്ച് മക്കൾക്ക് തന്നുകൊണ്ട് ഇനി ഞാൻ എ എന്ന ചിത്രമാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഞാൻ അത് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്താവാം? ബാക്കി മൂന്നെണ്ണം കറക്റ്റ് പകുതിയാക്കി. പക്ഷെ എ കറക്റ്റ് പകുതിയല്ല. ഇപ്പം അത് പറഞ്ഞ ശരിയാണ്. ബാക്കി 3 എണ്ണവും പകുതിയായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത്. എ എന്ന ചിത്രം കറക്റ്റ് അല്ല എന്നുള്ളതാണ് ഇതിൽ ഞാൻ കണ്ടെത്തിയത്. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ മക്കൾക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ യൂണിറ്റ് പേര് അറിയാവോ? കണക്കില് ഗണിതത്തിൽ രണ്ടാമത്തെ യൂണിറ്റ് എന്തായിരുന്നു? മാത്സില് നിങ്ങൾ രണ്ടാമത്തെ യൂണിറ്റ് എന്തായിരുന്നു കണക്ക് പഠിച്ചത് മക്കള്? ഹൗ മെനി നമ്പേഴ്സ്. ഇങ്ങനെ ഒരു യൂണിറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബിയോണ്ട് ഫൈൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ്. ഫൈൻഡ് ദ കണക്ഷൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവർ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ഒരു ശ്രമം നടത്തി വെക്കാം. കിട്ടിയ കുട്ടികൾക്ക് യെസ് എന്ന് പറയാം. രക്ഷിതാക്കളുടെ സഹായം വളരെ അത്യാവശ്യം ഘട്ടത്തിൽ മാത്രമേ നിങ്ങൾ വാങ്ങാവൂ. അഭിപ്രായം അച്ഛനോട് അമ്മയോടൊക്കെ ചോദിക്കാം. ഇവർ തമ്മിലുള്ള കണക്ഷൻ മനസ്സിലാക്കി, ഏത് രീതിയിൽ കണക്ഷൻ മനസ്സിലാക്കിയാലും പ്രശ്നമില്ല. എന്നിട്ട് ഇവിടങ്ങളിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഫില്ല് ചെയ്ത ഒരു കുട്ടി പേര് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരിക. എഴുതണം. അപ്പൊ 899 താഴെയോ? 999. അതിന് അത്രയൊക്കെ 900. ഓക്കെ. 900 എഴുതി. 900 എഴുതി. പറഞ്ഞോ. 119 എഴുതി. ശരി. 999 ചോട ഞാൻ എന്ത് എഴുതണം? 1000 എഴുതി. 769 ചോട ഞാൻ എന്ത് എഴുതണം? 770. 770 എഴുതി. 300 മേലെ 299. അപ്പൊ എല്ലാ കുട്ടികളും വീഡിയോ ഓൺ ചെയ്തിട്ട് എന്റെ കൂടെ തന്നെ വായിച്ചു തുടങ്ങിക്കോളൂ. ഈ സംഖ്യകൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ മതി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ the place value and face value of 5? ചോദ്യം കേട്ടിട്ട് മക്കൾ ബേജാറാകൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇത് കാര്യം. ഒന്ന് ഒരു കാര്യം ചെയ്തോളൂ, ഒന്ന് സൈലന്റ് ആക്കി വെച്ചോളൂ, ഞാൻ പറയാം. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. What is the difference between the place value and face value of 5 in? ബാക്കി ഞാൻ എഴുതുന്നുണ്ട്, പഠിക്കണ്ട. 8352.
നിങ്ങളുടെ സ്കൂളില് നിങ്ങളുടെ ക്ലാസ്സില് ഈ ഫേസ് വാല്യൂ പ്ലേസ് വാല്യൂ ഒക്കെ എടുത്തിട്ടുണ്ടോ മക്കളെ? യെസ്. ആ അത് ശരി. 1352 എന്ന സംഖ്യയിലെ പ്ലേസ് വാല്യൂയും ഫേസ് വാല്യൂയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നാണ് ചോദ്യം. ഫേസ് വാല്യൂ എന്ന വാക്കിന് അർത്ഥം, ഫേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മുഖം എന്നാണ്, മുഖവില എന്നാണ്, മുഖവില. പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ, പ്ലേസ് എന്ന് പറയുന്ന സ്ഥാനമാണ്, സ്ഥാനവില എന്നാണ്. ഇത് മുമ്പ് 5th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുള്ള ഒരു കാര്യമായിരുന്നു, ഇപ്പൊ 4th സ്റ്റാൻഡേർഡിലേക്ക് മാറ്റി. അപ്പൊ ഇവിടെ സ്ഥാനവില എന്തും മുഖവില എന്താണെന്നും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് 8352 എന്ന സംഖ്യയില് 5 എന്ന സംഖ്യയുടെ ഫേസ് വാല്യൂ, മുഖവില, അത് 5 തന്നെയാണ്, ആ സംഖ്യ തന്നെയാണ്. അതേ സമയത്ത് സ്ഥാനവില നോക്കുമ്പോൾ 8352 8000 ഉണ്ട്. അത് നിങ്ങൾക്കറിയാം. എത്ര നൂറുകൾ, എത്ര ഹൺഡ്രഡ്സ് ഉണ്ട്? 3. അപ്പൊ 3 ഹൺഡ്രഡ്സ് ഉണ്ട്. എത്ര 10 ഉണ്ട്? 5. 5 10 ഉണ്ട്. എത്ര 1 ഉണ്ട്? 2. അപ്പൊ 8352 8000-ഉം 3 100-ഉം 5 10-ഉം 2 1-കളും ചേർന്നിട്ടാണ് 8352 കിട്ടുന്നത്. അപ്പൊ എന്റെ ചോദ്യത്തിൽ ഈ 5 എന്ന സംഖ്യയുടെ സ്ഥാനവില ഇവിടെ എത്രയാണ്? 50 ആണ്. അപ്പൊ 5 എന്ന സംഖ്യയുടെ മുഖവിലയോ ഫേസ് വാല്യൂ 5 തന്നെയാണ്, 5 ആണ്. അപ്പൊ നിങ്ങളുള്ള ചോദ്യം ഇതാണ്, ഈ 50-ഉം 5-ഉം തമ്മിലുള്ള വ്യത്യാസം എത്ര? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 50 ആൻഡ് 5? 50-ൽ നിന്ന് 5 മൈനസ് ചെയ്താൽ എത്രയാണ്? 45. ശരി. ഇത് മനസ്സിലാകാത്തവരുണ്ടോ ഈ കൂട്ടത്തില്? ശരി. ഹരിപാലക്ക് മനസ്സിലായോ ഇത്? മനസ്സിലായി. എന്നാ ഒന്ന് വീഡിയോ ഓൺ ചെയ്തൊന്ന് പറഞ്ഞു കൊടുക്കൂ. Place value 50, face value 5, 50 minus 5 is equal to 45. അപ്പൊ 8352 എന്ന സംഖ്യയില് മക്കള് കണ്ടുപിടിച്ചോളൂ. ഞാനിത് അടുത്ത ചോദ്യം തരുന്നു. 8352 എന്ന സംഖ്യയില് 8352 ഞാൻ ഇവിടെ എഴുതുകയാണ്. 3-ന്റെ സ്ഥാനവിലയും മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ face value and place value of 3 in 8352? കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അതിൽ തന്നെ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്താൽ മതി. ഞാൻ ഇവിടുന്ന് കാണും. മക്കൾ കമന്റ് ബോക്സിൽ ആ ആൻസർ ഇട്ടാൽ മതി, ഞാൻ ഇവിടുന്ന് കണ്ടോളൂ. കമന്റ് ബോക്സിൽ ആൻസർ വരുന്നുണ്ടല്ലോ. 297 എങ്ങനെയാ കിട്ടുന്നത് ഒന്ന് പറയാമോ? 300 minus 3. 300 ആണ് സ്ഥാനവില. ശരി.
മുഖവിലയോ 3 ആണ്. 3. അപ്പൊ 300-ൽ നിന്ന് ഫോൺ എന്തോ പ്രശ്നമുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണം. ഫോൺ ഇങ്ങനെ സൗണ്ട് വരുന്നു. അങ്ങനെ ഇത് മൈനസ് ചെയ്താൽ നമുക്ക് 297 കിട്ടും. ഇതേ രീതിയിൽ അടുത്ത ചോദ്യം വരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോളെ, എല്ലാവരും എഴുതിയെടുക്കണേ. അടുത്ത ചോദ്യം ഒരാൾ തെറ്റിക്കരുത്. അടുത്ത ചോദ്യം നോക്കോളൂ. അതേ പ്രശ്നം തന്നെയാണ്. ചോദ്യം ഇതാണ് വരുന്നത്, ശ്രദ്ധിച്ചോളെ മക്കളെ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായത് 8352 പറ്റിയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. 8352 എടുക്കാം. ചോദ്യം ഇതാണ്, 3 എന്ന സംഖ്യയുടെ സ്ഥാനവിലയും 5-ന്റെ മുഖവിലയും തമ്മിലുള്ള വ്യത്യാസം എത്ര? What is the difference between the place value of 3 and face value of 5 in 8352? ഉത്തരം കിട്ടിയവർക്ക് കമന്റ് ചെയ്യാം. 295. 295 കിട്ടുന്നത് എങ്ങനെയാന്ന് പറയാമോ? 300 മൈനസ് 5. അപ്പൊ ഇങ്ങനെ ഉള്ള ചോദ്യങ്ങള് ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളാണ് ഞാൻ തരുന്നത്. ആ മക്കളെ ചോദ്യങ്ങൾ ഓരോന്ന് നോട്ട് ചെയ്തിട്ട് ഉത്തരം എഴുതി വെച്ചോളൂ. രക്ഷിതാക്കളോട് തീരെ കിട്ടിയെങ്കിലേ മാത്രം ചോദിച്ചാൽ മതി. Who am I? അതാണ് നമ്മളെ ഹെഡിങ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. One more than largest 3-digit number. ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. വൺ മോർ ദാൻ എന്നാണ്. വൺ മോർ ദാൻ മലയാളം വേണോ? മലയാളം മീഡിയത്തിന് മലയാളം വേണോ? അപ്പൊ ചോദ്യം ഇതാണ്, മലയാളത്തിൽ ഇതാണ്. ലാർജസ്റ്റ് 3-digit നമ്പറിന്റെ കൂടെ 1 കൂട്ടിയാൽ എത്ര? ഇതാണ് ചോദ്യം. ഇപ്പം വിളിച്ചു പറയണ്ട, കുറെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം വിളിച്ചു പറയണ്ട മോനെ. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാർജസ്റ്റ് 3-digit നമ്പേഴ്സിന്റെ കൂടെ 1 കൂട്ടിയാൽ എത്രയാണ്? ശരി. രണ്ടാമത്തെ ചോദ്യം, ടു ലെസ് ദാൻ 1000. Two less than 1000. Two less than 1000. അത് നോട്ട് ചെയ്ത് വെക്കുക. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മാത്രമാണ് രക്ഷിതാക്കളോട് ചോദിക്കുന്നത്. 9 hundreds and 8 tens. എഴുതി കാണിക്കുക, അതാണല്ലോ തോന്നുന്നു. 9 hundreds and 8 tens. 9 നൂറുകളും
8 10കൾ ചേർന്ന സംഖ്യ. 9 100കളും 8 10കൾ ചേർന്ന സംഖ്യ. 980. വിളിച്ചു പറയേണ്ട നോക്കാം. എല്ലാവർക്കും ഉത്തരം, എല്ലാ ഉത്തരവും ശരിയാവും നോക്കട്ടെ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. How many 2-digit numbers are there? How many 2-digit എന്നാണ്, ഞാൻ ഇവിടെ മാറ്റുന്നുണ്ട്, നോക്കാം. How many 2-digit numbers are there? നമുക്ക് എത്ര 2 അക്ക സംഖ്യകൾ ഉണ്ടെന്നാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചോളെ. How many 2-digit numbers are there without repeating the digits? How many 2-digit numbers are there? മലയാളത്തിൽ പറയോ? എല്ലാത്തിന്റെ മലയാളം പറയാം. How many 2-digit numbers are there without repeating the digits? Yes, ഈ ചോദ്യത്തിന്റെ ആൻസർ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ചോദ്യത്തിന്റെ ആൻസർ അല്ല, ക്വസ്റ്റ്യന്റെ മലയാളം, ഹൗ മെനി 2-digit numbers are there without repeating the digit? അക്കങ്ങൾ ആവർത്തിക്കാതെയുള്ള എത്ര 2 അക്ക സംഖ്യകൾ നമുക്കുണ്ട്? അക്കങ്ങൾ റിപ്പീറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ 22 വരാൻ പാടില്ല, 33 റിപ്പീറ്റ് ചെയ്യുന്നു, 3 റിപ്പീറ്റ് ചെയ്യുന്നു, വരാൻ പാടില്ല. അങ്ങനെയുള്ളത് അങ്ങ് ഒഴിവാക്കിയിട്ട് മാത്രം എത്ര 2-digit numbers ഉണ്ട്. നേരത്തെ പറഞ്ഞത് ഹൗ മെനി 2-digit numbers are there, നമുക്ക് എത്ര 2-digit numbers ഉണ്ടെന്നാണ്. How many 2-digit numbers are there without repeating the digits? നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് മക്കളെ? ഇതാ ഞാൻ അവസാനം തന്ന ചോദ്യമാണ് ആദ്യം എടുത്തത്. How many 2-digit numbers are there without repeating the digits? അക്കങ്ങൾ ആവർത്തിക്കാതെ എത്ര 2 അക്ക സംഖ്യ ഉണ്ട് എന്നാണ് എന്റെ അവസാനത്തെ ചോദ്യം. എത്രയാണ് മക്കൾക്ക് കിട്ടിയത്? തെറ്റായാലും ശരിയായാലും വായിച്ചോളൂ. തെറ്റായാലും ശരിയായാലും വായിച്ചു. 81 എത്ര കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്? 81 ശരിയാണ്. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം ഹൗ മെനി 2-digit numbers are there എന്നുള്ള ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നു. അത് 90 ആണ്. അത് 90 കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം 99 ആണ്, 99 ആണ് ലാർജസ്റ്റ് 2-digit നമ്പർ. അതിൽ നിന്ന് ലാർജസ്റ്റ് 1-digit നമ്പർ ആയ 9 അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന 90 ആയിരിക്കും. നമുക്ക് 90 എണ്ണം ഉണ്ടാവും മൊത്തം 2-digit നമ്പേഴ്സ്. ആ 90-ൽ നിന്ന് 9 വീണ്ടും കുറയുകയാണ്. 90-ൽ നിന്ന് 9 കുറഞ്ഞാൽ കിട്ടുന്നതാണ് 81. ആ 81 നമുക്ക് 2-digit നമ്പേഴ്സ് ഉണ്ട് വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്, അക്കങ്ങൾ ആവർത്തിക്കാത്തത്. ആ അക്കങ്ങൾ ആവർത്തിക്കുന്ന ഏതൊക്കെയായിരിക്കും? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 11, 22, 33. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? 33 പിന്നെ വരട്ടെ 44, 44, 54, 55, 77, 88, 99. മക്കൾ ഇതൊക്കെ നോക്കിക്കോളൂ മക്കളെ, ഇതൊക്കെ നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 കുറച്ച് കഴിഞ്ഞാൽ മതി. അപ്പൊ എല്ലാം 9 കുറച്ച് കണ്ടില്ലേ? അപ്പം നമുക്ക് മൊത്തം 2-digit നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ 90 കിട്ടാൻ നമ്മൾ 99 9 കുറച്ചു. വിത്തൗട്ട് റിപ്പീറ്റിംഗ് ചെയ്യാൻ 90-ൽ നിന്ന് 9 കുറച്ചു. ഈ രീതിയിൽ ഉണ്ട്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മക്കൾ? ആരെങ്കിലും വായിച്ചേ? One more than largest 3-digit number. One more than largest എത്രയാണ്? 999ന്റെ കൂടെ 1 കൂട്ടിയാൽ പോരെ? 1000 കിട്ടും. അതെല്ലാവർക്കും കിട്ടിയിരിക്കാം. മക്കൾക്കെല്ലാം കിട്ടിയിട്ടുണ്ടോ? കിട്ടി. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? 2 less than 1000.
അപ്പൊ 1000-ൽ നിന്ന് 2 മൈനസ് ചെയ്യണം. എത്ര കിട്ടും? 998. വെരി ഗുഡ്. അടുത്ത ചോദ്യം എന്തായിരുന്നു മക്കളെ? 900-ഉം 810-ഉം കൂടി കൂട്ടണം. എത്രയാ കിട്ടുക? 908. ഓക്കെ. അപ്പൊ ഏകദേശം എല്ലാ ചോദ്യം കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം ശരിയുള്ള എത്ര പേരുണ്ട്? എല്ലാം ശരിയുള്ള എത്ര പേരുണ്ടോ? ശരി. എത്ര ചോദ്യം? എല്ലാം ശരി. കൈ പൊക്കുന്നുണ്ട്. എല്ലാ ശരിയുള്ള കുട്ടികൾ വന്നു. ശരി. രണ്ടെണ്ണം മനസ്സിലായില്ല, നെറ്റ് കട്ടായി പോയി. രണ്ടെണ്ണം മനസ്സിലായില്ല എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമ്മളൊന്ന് വായിച്ചേ. ലാസ്റ്റത്തെ ഒന്ന് തെറ്റിപ്പോയി. അത് നമുക്ക് കിട്ടാനുള്ള മാർഗം 99 ആണല്ലോ ലാർജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ലാസ്റ്റത്തെ 2 മനസ്സിലാക്കാനുള്ള വിദ്യ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറഞ്ഞോളൂ. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് 1 ഡിജിറ്റ് നമ്പർ? 9. Okay. Which is the largest 3-digit number? 999 എന്ന് പറഞ്ഞാൽ പോരാ, 999 എന്ന് തന്നെ പറയണോ? 999 ഒന്നുകൂടി പറഞ്ഞേ. 999 എന്ന് പറയൂ. ഈ മൊബൈൽ നമ്പർ വായിക്കുമ്പോൾ സംഖ്യകൾ പറയരുതേ മക്കള്. നമ്മളെപ്പോഴും മൊബൈൽ നമ്പർ പറയുമ്പോൾ സംഖ്യ പറയാ. 85478 എന്നൊക്കെ പറയാം. അങ്ങനെ പറയരുത്. 999. ശരി. Which is the largest 4-digit number? ആരും മിണ്ടുന്നില്ലേ? 9999. ഇനി എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ എല്ലാവരും. Which is the smallest 4-digit number? $1000. 1000. Very good. 1000. സാർ എവിടെ മ്യൂട്ട് അടക്കി? മ്യൂട്ട് അടക്ക് എന്ന് പറഞ്ഞാല് ഞാൻ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഞാൻ ആ സമയത്തിന് നിങ്ങൾക്ക് എപ്പോഴും സംസാരിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമായിരുന്നു. ഇപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങിപ്പോയതുകൊണ്ടാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് മക്കൾ ജോയിൻ ചെയ്താൽ ആ ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ എന്റെ കൂടെ തന്നെ കോഹോസ്റ്റ് ആക്കി മാറ്റും. അവർക്ക് യഥേഷ്ടം സംസാരിക്കാം. അവരിടയ്ക്ക് മ്യൂട്ടായി പോവില്ല. ഞാൻ എല്ലാ കുട്ടികളെയും മ്യൂട്ട് ചെയ്യേണ്ടി വരുന്നത് എല്ലാവരും കൂടി ഒന്നിച്ച് മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബഹളായി പോകും. കാരണം ഈ ക്ലാസ് പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് മക്കളെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പേരൻസ് അത് കൺട്രോൾ ചെയ്യാൻ വേണം. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. പല കുട്ടികളുടെ കൂടെ പേരൻസ് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ആണ് ഞാൻ മ്യൂട്ട് ചെയ്യേണ്ടത് വന്നത്. ക്ഷമിക്കുക. ശരി. ഇനി അടുത്ത ചോദ്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. വിച്ച് ഇസ് ദ ലാർജസ്റ്റ് 4-digit നമ്പർ വിത്തൗട്ട് റിപ്പീറ്റിംഗ് ദ ഡിജിറ്റ്സ്? Which is the largest 4-digit number without repeating the digits? Largest 4. ഇവിടെ 9 ഇവിടെ ആവർത്തിക്കുന്നുണ്ട് മക്കളെ. പക്ഷേ 9 വരരുത്. ഒരു 8 അവിടെ വരണം, ഒരു 7 അവിടെ വരണം, പിന്നെ അടുത്ത സംഖ്യ വരണം. അങ്ങനെ വരുമ്പോൾ which is the largest or what is the largest 4-digit number without repeating the digits? 9876. ആരാ അത് പറഞ്ഞത്? 9876 ആണ്. ശരിയാണ്, സമ്മതിച്ചു. എങ്കിൽ ഇതാ വരുന്നു അടുത്ത ചോദ്യം. What is the smallest 4-digit number without repeating the digits? Smallest 4-digit number without repeating the digits. അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? നിങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. 234. എങ്ങനെ? 1234. നോക്കട്ടെ.
1234 അതിലും ചെറുതുണ്ട് മോളെ. ഇതിനേക്കാൾ ചെറിയ സംഖ്യ ഉണ്ട്. കാരണം 0 ഈസ് എ ഡിജിറ്റ്. 0 ഒരു അക്കമാണ്. 0 ഈസ് ദ ലീസ്റ്റ് ഡിജിറ്റ്. നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് വെച്ചാൽ 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 0 to 9 വരെ നമുക്ക് 10 ഡിജിറ്റ്സ് ആണുള്ളത്. അക്കങ്ങൾ 10 ഉണ്ട്. 0 ഈസ് എ ഡിജിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 1000 എന്ന സംഖ്യയിൽ തന്നെ എത്ര ഡിജിറ്റ് ഉണ്ട്? അല്ലെങ്കിൽ 102 എന്ന സംഖ്യയിൽ 3 ഡിജിറ്റ് ഇല്ലേ? 102. അങ്ങനെ വരുമ്പോൾ അക്കങ്ങൾ ആവർത്തിക്കാതെ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? പറഞ്ഞോളൂ. 1023 ആണോ? അത് ശരിയാണ്. 1023. അവിടെ എഴുതി വെച്ചോളൂ മക്കള്. 1023 അതാണ്. കൂട്ടത്തിൽ പെടാത്തവൻ ആര് എന്നാണ് എന്റെ ചോദ്യം. ഇതാ വരുന്നു ചോദ്യം. ഇങ്ങനെ ഒരു സാർ വരച്ചു. നോക്കട്ടെ. ഒരു സ്ക്വയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. കറുപ്പശം കേട്ടെ. ഒരു സ്ക്വയർ ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ച പോലല്ലോ. നോക്കട്ടെ. എല്ലാവരും എന്റെ കൂടെ തന്നെ വരച്ചോളെ. സ്ക്വയർ വരച്ചു. അതിന്റെ ഉള്ളിൽ നമുക്ക് വേറെ സ്ക്വയർ വരയ്ക്കാം. പിന്നെ ഇങ്ങനെ രൂപം വരച്ചു. രണ്ടാമത്തെ ചിത്രം. പിന്നെ മൂന്നാമത്തെ ചിത്രം ഞാൻ ഇങ്ങനെ വരച്ചു. നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ വരയ്ക്കും. നാലാമത്തെ ചിത്രം ഞാൻ ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. അങ്ങനെ 4 ചിത്രവും 4 ഓപ്ഷനും. എ, ബി, സി, ഡി. ഇതിൽ കൂട്ടത്തിൽ പെടാത്തവൻ ആര്? ഡി. ഏത് പറഞ്ഞാലും അതിന്റെ കാരണം നിങ്ങൾ എന്നോട് പറയണം. എല്ലാത്തിനും ഒരേ ഇതൊക്കെയാണ്. ഡീന്റെ മാത്രം ഒന്ന് ചെറുതും ഒന്ന് വലുതോ? എങ്ങനെ? ഉള്ളിലാണ്. ഡി ഉള്ളിലാണെന്ന് പറഞ്ഞാരാ? ഡി ഉള്ളിലാണ് കുട്ടിയാരാ? ഹരിബാല. ഹരിബാല. ഇത് ഈ ചിത്രത്തിന് പ്രത്യേകതയുണ്ട്. ഈ ചിത്രം ഇതിന്റെ ഉള്ളിലാണ്. മറ്റു ചിത്രത്തില് ഇതൊക്കെ പുറത്തേക്ക് ചാടിപ്പോയി. കണ്ട? അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയുള്ള ഒരു കാര്യം പറയുമ്പോഴാണ് നിങ്ങൾക്ക് കയ്യടി കിട്ടുക. അല്ലാതെ നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയായിരിക്കാം, പക്ഷെ കൃത്യമായിട്ട് കിട്ടുന്ന സംഭവം പറയുമ്പോഴാണ് മക്കൾക്ക് കയ്യടി കിട്ടുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് നിങ്ങളുടെ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. ചോദ്യം എന്താണെന്ന് എഴുതി വെച്ചോളൂ. നിങ്ങൾ ഈ ക്ലാസ് നമ്മുടെ ഗ്രൂപ്പിൽ വരുമ്പോൾ, യൂട്യൂബിൽ വരുമ്പോൾ അതിന്റെ അടിയിൽ തന്നെ ഇതിന്റെ ആൻസർ മക്കൾ കമന്റ് ചെയ്താൽ മതി. ചോദ്യം ഇതാ വരുന്നു, പിടിച്ചോളൂ. What is the sum of the largest 4-digit number and the smallest 4-digit number without repeating the digits? ചോദ്യം ഒന്ന് വായിച്ചേ. Sum of the largest 4-digit number and the smallest 4-digit number without repeating the digits. ഇനി അതിന്റെ മലയാളം ഞാൻ പറഞ്ഞു കൊടുക്കാം മക്കൾക്ക്.
ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും അക്കങ്ങൾ ആവർത്തിക്കാതെയുള്ള ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള തുക എത്ര? വ്യത്യാസം ചോദിച്ച് തുകയാണ്. കൂട്ടിയാൽ എത്ര? ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും അക്കങ്ങൾ ആവർത്തിക്കാത്തത് ആണ് എടുക്കേണ്ടത്. അത് തമ്മിൽ കൂട്ടിയാൽ എത്ര എന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ഒരു ഇത്തിരി കടുപ്പുള്ളതാണ്. അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി അങ്ങോട്ട് തരികയാണ്. What is the sum of consecutive natural numbers from 11 to 40? അരിബാല ആ ചോദ്യം ഇവിടുന്ന് വായിച്ച മോളെ. What is the sum of consecutive natural numbers from 11 to 40? അതിന്റെ മലയാളം പറയാൻ ഒന്ന് ശ്രമിച്ചു നോക്കും മോള്. പതിനൊന്ന് മുതൽ 40 വരെയുള്ള തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? ഈ രണ്ട് ചോദ്യമാണ് മക്കിക്കാൻ തരുന്നത്. ഈ രണ്ട് ചോദ്യവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് മക്കൾക്കെല്ലാം ഇഷ്ടായോ? ഇനി ഏതെങ്കിലും മനസ്സിലാകാത്തുണ്ടെങ്കിൽ മക്കൾക്ക് നേരിട്ട് വിളിക്കാം. വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. ഇല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഈ ക്ലാസ്സുകൾ കാണാം. യൂട്യൂബ് ചാനലൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിക്കാം മക്കളെ? ചെയ്തിക്കാം ഇല്ലേ? അങ്ങനെ ചാനലില്ലേ? ലേഡർ LSS എന്ന യൂട്യൂബ് ചാനൽ. ഞാൻ ഇങ്ങനെ എഴുതും, ഇതൊക്കെ എഴുതും. എസ് ചെയ്യുക, വീണ്ടും എസ് ചെയ്യുക. എന്താ പറയുന്ന അർത്ഥം? എസ് ചെയ്യുക, എസ് ചെയ്യുക, ബി ചെയ്യുക, എൽ ചെയ്യുക, സി ചെയ്യുക. എന്താ പറയുന്ന അർത്ഥം? പറ. ഈ ലേഡർ LSS യൂട്യൂബ് ചാനൽ എസ് ചെയ്യുക, എസ് ചെയ്യുക, ബി ചെയ്യുക, ഇതെല്ലാം ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അടുത്ത വരട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ. എൽ എന്തായിരിക്കും? ലൈക്ക് ചെയ്യുക. സി എന്തായിരിക്കും? നല്ല മക്കള്. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ബൈ. Thank you, sir.